ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ന്യൂട്ടൺസ് തേർഡ് ലോ ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന ഒരു കോൺസെപ്റ്റാണ്. ആദ്യം നമുക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ സിസ്റ്റം, the total momentum of the system remains constant. ഓക്കെ, അതായത് ഒരു സിസ്റ്റത്തിൽ എന്ത് ആക്ട് ചെയ്യുന്നില്ല, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുക. സോ വാട്ട് ഈസ് മീൻ ബൈ ഐസൊലേറ്റഡ് സിസ്റ്റം? ദ സിസ്റ്റം ഓൺ വിച്ച് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ആക്ടിങ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന്റെ കേസിൽ ടോട്ടൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം എന്താണ്? ഓൾവേസ് കോൺസ്റ്റന്റ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിസ്റ്റം തന്നിട്ടുണ്ട്. ആ സിസ്റ്റത്തിൽ കുറേ അധികം പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ആ പാർട്ടിക്കിളിനൊക്കെ എന്തുണ്ട്? മൊമെന്റം ഉണ്ട്. ഓരോ പാർട്ടിക്കിളിനും മൊമെന്റം ഉണ്ട്. മനസ്സിലായില്ലേ? ആ സിസ്റ്റത്തിന്റെ മുകളിൽ യാതൊരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സും എന്ത് ചെയ്യുന്നില്ല, ആക്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിലുള്ള ഓരോ പാർട്ടിക്കിളിന്റെയും മൊമെന്റം എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. ഓക്കെ, സമയത്തിനനുസരിച്ച് അവിടെയുള്ള ഓരോ പാർട്ടിക്കിളിന്റെയും മൊമെന്റം എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. പക്ഷേ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. സോ ദാറ്റ് ഇസ് എ മീനിങ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നമ്മളൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എടുക്കുക. ഓക്കെ, ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നമുക്കറിയാം വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഫോഴ്സ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ. ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഓക്കെ, ഇതാണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം. ദാറ്റ് മീൻസ് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഈസ് വാട്ട്? സീറോ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായി മാറും? ഇക്വേഷൻ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു സീറോ എന്നായി മാറും. ശരിയല്ലേ? ഫോഴ്സിന്റെ സ്ഥാനത്ത് സീറോ കൊടുത്താൽ വി വിൽ ഗെറ്റ് ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു സീറോ. ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് സീറോ. എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് മൊമെന്റം എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ദാറ്റ്സ് ലീനിയർ മൊമെന്റം ഈസ് എ കോൺസ്റ്റന്റ്. അല്ലേ? ഒരു ക്വാണ്ടിറ്റി സമയത്തിനനുസരിച്ച് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രൂഫ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ബൈ യൂസിങ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഉപയോഗിച്ച് നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഈ രീതിയിൽ എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു സിസ്റ്റത്തിൽ കുറേ അധികം പാർട്ടിക്കിൾസ് ഉണ്ട്. അതിലെ ഓരോ പാർട്ടിക്കിൾസിന്റെ മൊമെന്റം P1, P2, P3 എന്നിങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇവിടെ പിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? വെക്ടർ P1 പ്ലസ് വെക്ടർ P2 പ്ലസ് വെക്ടർ P3 പ്ലസ് എക്സെട്ര ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ബിക്കോസ് മൊമെന്റം ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. സോ ദ ടോട്ടൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ഈസ് ഓൾവേസ് ഒബ്റ്റെയിൻഡ് ബൈ ദ വെക്ടർ സം ഓഫ് the momentum of individual particle, and that is a constant. So this is the mathematical representation of law of conservation of linear momentum. മനസ്സിലായില്ലേ? ഇനി ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ മുന്നേ പറഞ്ഞതാണ്. എന്താണ്? ഒരു സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ അവിടെയുള്ള ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെ മൊമെന്റം എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. പക്ഷേ അതിന്റെ ടോട്ടൽ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. സോ ദാറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ എന്താണ്? അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്. ഓക്കെ, പക്ഷേ ലീനിയർ മൊമെന്റം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഫ്രെയിം ഓഫ് റെഫറൻസ് മാറും തോറും ലീനിയർ മൊമെന്റം എന്ത് ചെയ്യും? മാറും. പക്ഷേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ്? ഫ്രെയിം ഓഫ് റെഫറൻസ്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇനി മറ്റൊരു പോയിന്റ് കൂടി നമുക്ക് നോക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഈസ് ഇക്വലന്റ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, അതായത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്തിന് ഇക്വലന്റ് ആണ്? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷന് ഇക്വലന്റ് ആണ്. അത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാലോ? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ന്യൂട്ടൺസ് തേർഡ് ലോവിന് ഇക്വലന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാലോ? അത് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എടുക്കുക. എത്ര പാർട്ടിക്കിൾസ് ഉള്ളത്? 2 പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റം എടുക്കുക. ഓക്കെ, എങ്ങനെയുള്ള സിസ്റ്റമാണ്? ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദിസ് സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ
ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പ്രകാരം നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ മൊമെന്റം ഈസ് എ കോൺസ്റ്റന്റ്. രണ്ട് പാർട്ടിക്കിളാണ് ഉള്ളത്. ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റം P1 ആണ്, രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റം P2 ആണ്. സോ വാട്ട് ഇസ് ദ ടോട്ടൽ മൊമെന്റം? അതിന്റെ വെക്ടർ സം എടുത്താൽ മതി അല്ലേ? ദാറ്റ് ഈസ് വെക്ടർ P1 പ്ലസ് വെക്ടർ P2 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ശരിയല്ലേ? ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക? dp1 വെക്ടർ ഡിവൈഡ് ബൈ dt പ്ലസ് dp2 വെക്ടർ ഡിവൈഡ് ബൈ dt ഈസ് ഈക്വൽ ടു 0. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 0 കിട്ടുന്നത്? ബിക്കോസ് ദ ചേഞ്ച് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് 0 അല്ലേ? കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിന് ചേഞ്ച് ഇല്ല എന്നർത്ഥം, സമയത്തിനനുസരിച്ച് മാറുന്നില്ല. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, വാട്ട് ഈസ് dp1 ബൈ dt? ദാറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫസ്റ്റ് പാർട്ടിക്കിൾ അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഫോഴ്സ് ആണല്ലോ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ. അതുപോലെ വാട്ട് ഈസ് dp2 ഡിവൈഡ് ബൈ dt? ദാറ്റ് ഈസ് ദ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് പാർട്ടിക്കിൾ, ദാറ്റ് ഈസ് F2. So we can rewrite this equation as vector F1 plus vector F2 is equal to 0, or F1 vector is equal to minus F2 vector. What is this one? This is exactly Newton's third law of motion. ഈ രീതിയിൽ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിൽ നിന്ന് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ പ്രൂവ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഈസ് ഈക്വലൻ ടു ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഫ്രം ന്യൂട്ടൺസ് തേർഡ് ലോ. അതായത് ന്യൂട്ടൺസ് തേർഡ് ലോ ഉപയോഗിച്ചുകൊണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എങ്ങനെ പ്രൂവ് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ന്യൂട്ടൺസ് തേർഡ് ലോ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ന്യൂട്ടൺസ് തേർഡ് ലോ ഉപയോഗിച്ചുകൊണ്ട് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു കൊളീഷൻ പ്രോസസ്സാണ്. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് രണ്ട് പാർട്ടിക്കിൾസ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് എ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ, രണ്ടാമത്തത് ബി എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ. എയുടെ മാസ് m1 ആണ്, ബിയുടെ മാസ് m2 ആണ്. എയുടെ ഇനീഷ്യൽ വെലോസിറ്റി u1 ആണ്, ബിയുടെ ഇനീഷ്യൽ വെലോസിറ്റി u2 ആണ്. അത് തമ്മിൽ എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? u1ന്റെ വെലോസിറ്റി u2വിനേക്കാൾ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. സോ വി ആർ അസ്യൂമിങ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് ബോഡി ദാറ്റ് ഈസ് എ ഈസ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡ് ബോഡി ബി, ദാറ്റ് ഈസ് u1 ഗ്രേറ്റർ ദാൻ u2. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? എ ബിയുമായിട്ട് എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. ഓക്കെ, കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് തമ്മിൽ എന്ത് ചെയ്യും? കോണ്ടാക്റ്റിൽ വരും. ഓക്കെ, ഞാൻ വിചാരിക്കുന്നു ഇത് തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന ടൈം എത്രയാണ്? ഡെൽറ്റ ടി ആണ്. എത്രയാണ്? ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ടി ടൈം നേരം അത് എന്ത് ചെയ്യുന്നു? കോണ്ടാക്റ്റിൽ വരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അത് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഒന്നാമത്തെ വസ്തുവിന്റെ ഫൈനൽ വെലോസിറ്റി v1 ആണ്, രണ്ടാമത്തെ വസ്തുവിന്റെ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? v2 ആണ്. മനസ്സിലായോ? സോ ദിസ് ഈസ് ആക്ച്വലി ബിഫോർ കൊളീഷൻ ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ആഫ്റ്റർ കൊളീഷൻ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാം ബിഫോർ കൊളീഷൻ ഓരോ പാർട്ടിക്കിളിനും എന്തുണ്ട്? മൊമെന്റം ഉണ്ട്. ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റം എത്രയാ? m1 u1. ശരിയല്ലേ? മാസിന്റെ വെലോസിറ്റി അല്ലേ മൊമെന്റം. അപ്പോൾ എയുടെ ഇനീഷ്യൽ മൊമെന്റം ബിഫോർ കൊളീഷൻ എത്രയാണ്? m1 u1 ആണ്. ബിയുടേതോ m2 u2 ആണ്. ആഫ്റ്റർ കൊളീഷൻ എയുടെ മൊമെന്റം എത്രയാണ്? m1 v1 ആണ്. ബിയുടെ മൊമെന്റം എത്രയാണ്? m2 v2 ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിൽ എയുടെ മൊമെന്റവും ചേഞ്ച് ചെയ്തു, ബിയുടെ മൊമെന്റവും എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. ശരിയല്ലേ? നമുക്കറിയാം മൊമെന്റം ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഫോഴ്സ് വേണം. ശരിയല്ലേ? അല്ലേ? നമുക്കറിയാം മൊമെന്റം ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഒരു വസ്തുവിന്റെ മൊമെന്റം ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ ബോഡിയുടെ മുകളിൽ എന്ത് വേണം? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. ശരിയല്ലേ? ആ എക്സ്റ്റേണൽ ഫോഴ്സ് എങ്ങനെയാണ് വരുന്നത്? ഇവ തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഇവ പരസ്പരം കോണ്ടാക്റ്റിൽ വരുന്നില്ലേ? അങ്ങനെ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് എ ബിയുടെ മുകളിൽ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ദർ ഈസ് എ ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ, ദാറ്റ് ഈസ് FBA. ഓക്കെ, സിമിലർലി ദർ ഈസ് എ ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു വാട്ട്? ബി, ദാറ്റ് ഈസ് FAB. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ. ടു എവരി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അവിടെ FBA എന്ന് പറയുന്നതും FAB എന്ന് പറയുന്നതും ആക്ഷൻ റിയാക്ഷൻ പെയേഴ്സ് ആണ്. എന്ത് കാരണം? കൊളീഷൻ നടക്കുന്ന സമയത്താണ് ആ ഫോഴ്സ് എന്ത് ചെയ്യപ്പെടുന്നത്? ആക്ട് ചെയ്യപ്പെടുന്നത്. ശരിയല്ലേ? ആ ഫോഴ്സ് കാരണമാണ് ഇവിടെ എയുടെയും ബിയുടെയും മൊമെന്റം എന്ത് ചെയ്തത്? ചേഞ്ച് ചെയ്തത്. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് എ? എയുടെ ചേഞ്ച് ഇൻ മൊമെന്റം എത്രയാണ്? അതിന്റെ ഇനീഷ്യൽ മൊമെന്റം m1 u1 ആണ്, ഫൈനൽ മൊമെന്റം m1 v1 ആണ്. സോ ഇറ്റ് ഈസ് വാട്ട്? m1 v1 വെക്ടർ മൈനസ് m1 u1 വെക്ടർ. ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് എ. സിമിലർലി വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ബി? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ബിയുടെ ഇനീഷ്യൽ മൊമെന്റം m2 u2 ആണ്, ഫൈനൽ മൊമെന്റം m2 v2 ആണ്. സോ ചേഞ്ച് ഇൻ മൊമെന്റം മീൻസ് ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം, ദാറ്റ് ഈസ് m2 v2 വെക്ടർ മൈനസ് m2 u2 വെക്ടർ. ശരിയല്ലേ? ഈ ചേഞ്ച് ഉണ്ടാവാൻ കാരണം എന്താണ്? ഫോഴ്സ് കാരണമാണ് അല്ലേ? സോ വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡ്യൂ ടു ബി?
എയുടെ മുകളിൽ ബി കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയാണ്? അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ എ ആണ് അല്ലെ. ഒരു വസ്തുവിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അതിനുണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. സോ ഫോഴ്സ് ഓൺ എ ഈസ് ആക്ച്വലി ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ. സോ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ പി എ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ശരിയല്ലേ? സോ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് എ ഈസ് m1 v1 മൈനസ് m1 u1 ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? ഡെൽറ്റ ടി. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഡെൽറ്റ ടി എന്ന് പറയുന്ന സമയം എടുക്കാൻ കാരണം അത്രയും നേരമാണ് ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നത്? ഈ വസ്തുക്കൾ കോണ്ടാക്റ്റിൽ വരുന്നത്. ആ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്താണ് അവിടെ എന്ത് ചെയ്യപ്പെടുന്നത്? ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത്. സോ വി ഹാവ് ടു ടേക്ക് വാട്ട്? ഡെൽറ്റ ടി. മനസ്സിലായില്ലേ? അതുപോലെ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ? സോ ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ ഈസ് വാട്ട്? എഫ് ബി എ. അത് ബിയുടെ മുകളിലുള്ള ഫോഴ്സ് ആണ്. സോ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് എ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ബി അല്ലെ. ബിയുടെ മൊമെന്റം ആണ് ചേഞ്ച് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ബി, ദാറ്റ് ഈസ് ഡെൽറ്റ പി ബി ബൈ ഡെൽറ്റ ടി. ഓക്കെ, അവിടെ ഡെൽറ്റ പി ബിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? m2 v2 മൈനസ് m2 u2 കൊടുക്കാം. ആൻഡ് വാട്ട് ഈസ് ദ ടൈം? ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ദ ടൈം ഓഫ് കോണ്ടാക്ട് ഡ്യൂറിംഗ് വിച്ച് ദ ഫോഴ്സ് ഈസ് ആക്ടിങ്. ശരിയല്ലേ? ഓക്കെ, ഇനി ഇത് രണ്ടും ആക്ഷൻ റിയാക്ഷൻ പെയർ ആണെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം നമുക്ക് എന്ത് എഴുതാം? എഫ് എ ബി ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ എന്ന് എഴുതാം. ബിക്കോസ് ദേ ആർ ആക്ഷൻ റിയാക്ഷൻ പെയേഴ്സ്. ഓക്കെ, അതിന്റെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് m1 v1 മൈനസ് m1 u1 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് m2 v2 മൈനസ് m2 u2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഇവിടെയുള്ള കേസിൽ നമുക്ക് ഡെൽറ്റ ടി എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. ദാറ്റ് ഈസ് m1 v1 വെക്ടർ മൈനസ് m1 u1 വെക്ടർ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് m2 v2 വെക്ടർ മൈനസ് m2 u2 വെക്ടർ. ഓക്കെ, ഇത് നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. എങ്ങനെ? നെഗറ്റീവ് ഉള്ളിലേക്ക് എടുക്കുക. ഈ നെഗറ്റീവ് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് എന്താ വരിക? ഈ ടേമിൽ മൈനസ് m2 v2 പ്ലസ് m2 u2 എന്ന് വരും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. ശരിയല്ലേ? ഇനി നമ്മൾ യു ഉള്ള ടേം എന്ത് ചെയ്യുക? ഒരുമിച്ച് എഴുതുക. വി ഉള്ള ടേം ഒരുമിച്ച് എഴുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? we will get m1 u1 plus m2 u2 അല്ലേ. അതായത് ഈ m1 u1നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, അത് പ്ലസ് ആയി മാറും. ഓക്കെ, സോ m1 u1 plus m2 u2 കിട്ടും. ഓക്കെ, അതുപോലെ ഈ മൈനസ് m2 v2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എന്താ കിട്ടുക? ദാറ്റ് ഈസ് m1 v1 plus m2 v2 എന്ന് കിട്ടും. ശരിയല്ലേ? വാട്ട് ഈസ് m1 u1? ദാറ്റ് ഈസ് ദ momentum of the first particle before collision. What is m2 u2? Momentum of the second particle before collision. So this is the total momentum before collision. ശരിയല്ലേ? ഇതെന്താണ്? ഒന്നാമത്തെ വസ്തുവിന്റെ മൊമെന്റം ആണ് ആഫ്റ്റർ കൊളീഷൻ. ഇത് രണ്ടാമത്തെ വസ്തുവിന്റെ മൊമെന്റം ആണ് ആഫ്റ്റർ കൊളീഷൻ. സോ ദിസ് ഈസ് ദ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. സോ വി ക്യാൻ സേ ദ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. സോ ദിസ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം അല്ലേ. കാരണം കൊളീഷന് മുന്നേയുള്ള ടോട്ടൽ മൊമെന്റവും കൊളീഷന് ശേഷമുള്ള ടോട്ടൽ മൊമെന്റവും എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ദാറ്റ് മീൻസ് ടോട്ടൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ഈസ് എ കോൺസ്റ്റന്റ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിനെ നമുക്ക് ഇങ്ങനെയും സ്റ്റേറ്റ് ചെയ്യാം. എങ്ങനെ? ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ആൻഡ് ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ദാറ്റ് ഈസ് ദ അപ്ലിക്കേഷൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തിന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. വെൻ എ മാൻ ജംപ്സ് ഔട്ട് ഓഫ് എ ബോട്ട് ഓൺ ദ ഷോർ, ദ ബോട്ട് ഈസ് പുഷ്ഡ് സ്ലൈറ്റ്ലി അവേ ഫ്രം ദ ഷോർ. അതായത് നിങ്ങളോട് പറയുന്നത്, ഒരാള് ബോട്ടിൽ നിന്ന് കരയിലേക്ക് ജമ്പ് ചെയ്യുന്നു. അങ്ങനെ ജമ്പ് ചെയ്യുന്ന സമയത്ത് ബോട്ട് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? പിറകോട്ടേക്ക് മൂവ് ചെയ്യും. ജമ്പ് ചെയ്യുന്ന ആള് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? മുന്നോട്ടേക്ക് മൂവ് ചെയ്യും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? അതിന് കാരണം നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം അപ്ലൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തേർഡ് ലോ ഉപയോഗിച്ചുകൊണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ന്യൂട്ടന്റെ തേർഡ് ലോ ഉപയോഗിച്ചുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഇത്രയേ പറയുള്ളൂ. എന്താണ്? ജമ്പ് ചെയ്യുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യും? അയാള് ആ ബോട്ടിന്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ആക്ഷൻ. ഓക്കെ, അത് കാരണം ബോട്ട് എന്ത് ചെയ്യുന്നു? പിറകോട്ടേക്ക് മൂവ് ചെയ്യുന്നു. അതേസമയം ബോട്ട് എന്ത് ചെയ്യും? ഇയാളുടെ മുകളിലേക്ക് ഒരു ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. അതാണ് റിയാക്ഷൻ. ആ റിയാക്ഷൻ കാരണം ഇയാൾ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു? മുന്നോട്ടേക്ക് മൂവ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അല്ലെങ്കിൽ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെ? ഇവിടെ ബോട്ട് എന്ത് ചെയ്യുന്നു? കരയുടെ അടുത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടാവുന്നത്. സോ വാട്ട് ഇസ് ദ ടോട്ടൽ മൊമെന്റം ബിഫോർ
എത്രയാണ്? 0 ആണ് അല്ലേ? ടോട്ടൽ മൊമെന്റം ബിഫോർ ജമ്പിങ് എത്രയാണ്? 0 ആണ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ? അപ്പോൾ നമ്മൾ പറയും ബോട്ടിനും ഒരു മൊമെന്റം ഉണ്ട്, അതുപോലെ ജമ്പ് ചെയ്യുന്ന ആൾക്കും എന്തുണ്ട്? ഒരു മൊമെന്റം ഉണ്ട്. ശരിയല്ലേ? സോ പി ബി പ്ലസ് പി എം എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് മീൻസ് പി ബി ഈസ് ഈക്വൽ ടു മൈനസ് പി എം. ഇത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് ഈസ് പി ബി വെക്ടർ പ്ലസ് പി എം വെക്ടർ, ദാറ്റ് ഈസ് പി ബി വെക്ടർ ഈസ് ഈക്വൽ ടു മൈനസ് പി എം വെക്ടർ. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ബോട്ടിന്റെയും അയാളുടെയും മൊമെന്റം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇയാൾ മുന്നോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ബോട്ട് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ബാക്കോട്ടേക്ക് മൂവ് ചെയ്യും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ദാറ്റ് ഈസ് എ പേഴ്സൺ ലെഫ്റ്റ് ഓൺ എ ഫ്രിക്ഷൻലെസ് സർഫസ് ക്യാൻ ഗെറ്റ് അവേ ഫ്രം ഇറ്റ് by blowing air out of his mouth or by throwing some object in a direction opposite to the direction in which he wants to move. എന്ന് പറഞ്ഞാൽ ഒരു ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു സർഫസിലാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ, ഓക്കെ, ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു സർഫസിലാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ എയർ എന്ത് ചെയ്യുക? പുറത്തേക്ക് വിടുക. ഓക്കെ, അല്ലെങ്കിൽ അയാൾ ഒരു വസ്തു എന്ത് ചെയ്യുക? എറിയുക. അങ്ങനെ എറിയുന്ന സമയത്ത് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? അയാൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഉദാഹരണത്തിന് ഒരാൾ ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു സർഫസിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കൂ. ഓക്കെ, അയാൾക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം, ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി അറിയാം? അയാളുടെ കയ്യിലുള്ള ഒരു ഒബ്ജക്റ്റ് ഈ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്താൽ മതി? ത്രോ ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങോട്ടേക്ക് എറിയുക. ഇങ്ങോട്ടേക്ക് എറിയുന്ന സമയത്ത് ഇയാൾ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. മനസ്സിലായില്ലേ? ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇവിടെയുള്ള ടോട്ടൽ മൊമെന്റം ബിഫോർ ത്രോയിങ് എത്രയാണ്? 0 ആണ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ? ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ഏതിനൊരു മൊമെന്റം ഉണ്ട്? ഇയാളുടെ കയ്യിലുള്ള മെറ്റീരിയലിന് ഒരു മൊമെന്റം ഉണ്ട്, ഇയാൾക്കും ഒരു മൊമെന്റം ഉണ്ട്. ശരിയല്ലേ? എറിയുന്നതിന് ശേഷം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ എന്ന് ചോദിച്ചാൽ മൊമെന്റം ഓഫ് ദ മാൻ പ്ലസ് മൊമെന്റം ഓഫ് ദ ഒബ്ജക്ട് എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ മാറ്റി എഴുതിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? പി എം വെക്ടർ ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് പി ഒ വെക്ടർ. എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇയാൾ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. So we can explain that also with the law of conservation of linear momentum. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ന്യൂട്ടൺസ് തേർഡ് ലോ ഉപയോഗിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ്, ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, റീകോയിലിംഗ് ഓഫ് ദ ഗൺ. ഇത് നമ്മൾ ഓൾറെഡി ന്യൂട്ടൺസ് തേർഡ് ലോ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. റീകോയിലിംഗ് ഓഫ് ഗൺ എന്താണെന്ന് നമുക്കറിയാം. ഒരു ഗണ്ണ് ഫയർ ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് മുന്നോട്ടേക്ക് പോകും, ഗൺ എങ്ങോട്ടേക്ക് പോകും? പിറകോട്ടേക്ക് പോകും അല്ലേ? ആൻഡ് ദാറ്റ് ബാക്ക്വേർഡ് മോഷൻ ഓഫ് ദ ഗൺ ഈസ് കോൾഡ് റീകോയിലിംഗ്. ശരിയല്ലേ? ഓക്കെ, അത് നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നിങ്ങൾ ബുള്ളറ്റും ഗണ്ണും എന്തായിട്ട് എടുക്കുക? ഒരു സിസ്റ്റമായിട്ട് എടുക്കുക. ഈ ബുള്ളറ്റും ഗണ്ണും കൂടി എന്തായിട്ട് എടുക്കുക? ഒരു സിസ്റ്റമായിട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ കാണുന്ന ഫോഴ്സ്, അതായത് ബുള്ളറ്റ് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഇവിടെ എന്തില്ല? എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ടോട്ടൽ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായോ? വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ്? വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ്? ഗണ്ണ് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് അതിന്റെ മൊമെന്റം എത്രയാണ്? 0 ആണ്. ബുള്ളറ്റ് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതിന്റെ മൊമെന്റം എത്രയാണ്? 0 ആണ്. സോ ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് എത്രയാണ്? 0 ആണ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ഫയറിംഗ് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഈ ഗണ്ണിന് എന്തുണ്ട്? ഒരു മൊമെന്റം ഉണ്ട്. ദാറ്റ് ഈസ് ദ മൊമെന്റം ഓഫ് ദ ഗൺ ഈസ് പി ജി. അതുപോലെ ബുള്ളറ്റിന് ഒരു മൊമെന്റം ഉണ്ട്, ആൻഡ് മൊമെന്റം ഓഫ് ദ ബുള്ളറ്റ് ഈസ് വാട്ട്? പി ബി. സോ വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്? ദാറ്റ് ഈസ് പി ജി വെക്ടർ പ്ലസ് പി ബി വെക്ടർ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ദാറ്റ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഓക്കെ, ഇത് നമ്മൾ മാറ്റി എഴുതിയാൽ എന്താ കിട്ടുക? പി ജി വെക്ടർ ഈസ് ഈക്വൽ ടു മൈനസ് പി ബി വെക്ടർ. എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആർക്കൊരു മൊമെന്റം ഉണ്ട്? ഗണ്ണിനൊരു മൊമെന്റം ഉണ്ട്. ഓക്കെ, രണ്ടിന്റെയും മൊമെന്റം എന്താണ്? ഈക്വൽ ആണ്, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആണ്. മനസ്സിലായി? ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗണ്ണിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ വിചാരിക്കുക മാസ് ഓഫ് ദ ഗൺ എം ജി ആണെന്ന് വിചാരിക്കൂ. മാസ് ഓഫ് ദ ഗൺ ഈസ് വാട്ട്? എം ജി, ആൻഡ് മാസ് ഓഫ് ദ ബുള്ളറ്റ് ഈസ് വാട്ട്? എം ബി. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ബുള്ളറ്റ് പോകുന്ന വെലോസിറ്റി വി ബി ആണെന്ന് വിചാരിക്കൂ, ഗണ്ണ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്? വി ജി ആണെന്ന് വിചാരിക്കൂ. സോ what is momentum of the gun? Momentum of the gun is mass into velocity, that is mg into vg. What is the momentum of the bullet? mv into vb. So we can write what? നമ്മുടെ നേരത്തെ കിട്ടിയ ഇക്വേഷൻ എന്താണ്?
PG is equal to minus PB എന്നാണ് കിട്ടിയത്. So you can write as what? mgVg is equal to minus mbVb. ശരിയല്ലേ? So what is the velocity of the bullet? Velocity of the bullet is equal to minus mgVg divided by m into v. This is the velocity of the bullet. What is the velocity of the gun? Velocity of the gun is given by velocity of the gun is equal to minus mbVb divided by what? Mg. Okay, that is minus pb divided by mass of the gun. അതായത് momentum of bullet divided by mass of the gun. Okay, this is the equation for recoil velocity. മനസ്സിലായില്ലേ? ഇവിടെ ഈ നെഗറ്റീവ് സൈൻ എന്താ കാണിക്കുന്നത്? ഇവിടെ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ബുള്ളറ്റ് എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആരുടെ വെലോസിറ്റി എന്ന് പറയുന്നത്? ഗണ്ണിന്റെ വെലോസിറ്റി. ഓക്കെ, റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നമുക്കറിയാം സാധാരണഗതിയിൽ ഫയർ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഒരു മെഷീൻ ഗണ്ണോ മറ്റോ ആണ് ഫയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഗൺ എന്ത് ചെയ്യും? നമ്മുടെ ഷോൾഡറുമായിട്ട് വളരെ ടൈറ്റായിട്ട് പിടിക്കും. ശരിയല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഈ ഷോൾഡറുമായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുന്നത്? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ഓഫ് ദ ഗൺ ഈസ് ഈക്വൽ ടു മൈനസ് എം ബി വി ബി ഡിവൈഡ് ബൈ എം ജി എന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ ഇക്വേഷനിൽ മാസ് ഓഫ് ദ ഗണ്ണ് മാത്രമേ താഴെ വരുന്നുള്ളൂ അല്ലേ? നിങ്ങൾ ഷോൾഡറുമായിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഏത് മാസ് കൂടി വരും? നിങ്ങളുടെ മാസ് കൂടി അവിടെ ആക്ട് ചെയ്യപ്പെടും. കാരണം ആ സിസ്റ്റത്തിൽ നിങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. സോ ദ ഇക്വേഷൻ വിൽ ചേഞ്ച് ഇൻ ടു വി ജി വെക്ടർ ഈസ് ഈക്വൽ ടു മൈനസ് എം ബി വി ബി വെക്ടർ ഡിവൈഡ് ബൈ എം പ്ലസ് എം ജി എന്ന് പറഞ്ഞാൽ മാസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. മനസ്സിലായോ? അങ്ങനെ മാസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റീകോയിൽ വെലോസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, അങ്ങനെ റീകോയിൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അപകടം പറ്റില്ല. ഓക്കെ, നമ്മുടെ മുകളിലേക്ക് വരുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഗണ്ണ് റീകോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. മനസ്സിലായോ? സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ദാറ്റ് ഈസ് കോൾഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? That is also an example for law of conservation of linear momentum. That's a very important question. So you can expect a question like this. What is the principle of rocket propulsion? എന്താണ്? Law of conservation of linear momentum ആണ് അതിന്റെ പ്രിൻസിപ്പിൾ. അല്ലെങ്കിൽ നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ എന്നും പറയാം. ഓക്കെ, ഇനി ഇവിടെയുള്ള കേസിൽ അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ലോഞ്ചിങ് പാഡിൽ ഇനീഷ്യൽ മൊമെന്റം ഓഫ് ദ റോക്കറ്റ് എത്രയാണ്? 0 ആണ്. എന്ന് പറഞ്ഞാൽ ഈ റോക്കറ്റ് വിടുന്നതിന് മുന്നേ അവിടെയുള്ള ടോട്ടൽ മൊമെന്റം എത്രയാണ്? 0 ആണ്. ഓക്കെ, ഇനി അത് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? അത് ഫയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള നോസിലൂടെ എന്ത് ചെയ്യും? ഹൈ പ്രഷറിൽ ബേൺ ചെയ്ത ഗ്യാസ് എന്ത് ചെയ്യും? ആ എക്സോസ്റ്റ് ഹോളിലൂടെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ എക്സോസ്റ്റ് നോസിലൂടെ എന്ത് ചെയ്യും? പുറത്തേക്ക് അതിശക്തമായിട്ട് വരും അല്ലേ? അതിശക്തമായിട്ട് എന്ത് ചെയ്യും? ഈ ബേൺഡ് ഗ്യാസ് എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. അത് എങ്ങോട്ടേക്ക് വരുന്നത്? താഴോട്ടേക്കാണ് വരുന്നത്. അതുകൊണ്ട് അതിനൊരു മൊമെന്റം ഉണ്ട്. ശരിയല്ലേ? ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഗ്യാസിന് താഴോട്ടേക്ക് എന്തുണ്ട്? ഒരു മൊമെന്റം ഉണ്ട്. ഓക്കെ, ഇനി അവിടെ എന്ത് ആക്ട് ചെയ്യപ്പെടുന്നില്ല? ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് മൊമെന്റം എന്ത് ചെയ്യണം? കൺസേർവ് ചെയ്യണം. ശരിയല്ലേ? അങ്ങനെ മൊമെന്റം കൺസേർവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മൊമെന്റം വേണം. എന്ന് പറഞ്ഞാൽ റോക്കറ്റ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? മുകളിലേക്ക് മൂവ് ചെയ്യും. സോ വി ക്യാൻ എക്സ്പ്ലെയിൻ റോക്കറ്റ് പ്രൊപ്പൽഷൻ ബൈ യൂസിങ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എക്സ്പ്ലോഷൻ. എക്സ്പ്ലോഷൻ എന്ന് പറയുന്നതും എന്താണ്? സ്ഫോടനം എന്ന് പറയുന്നതും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു ബോംബ് അത് റെസ്റ്റിലാണ്, അത് എന്ത് ചെയ്യുന്നു? എക്സ്പ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, എക്സ്പ്ലോഡ് ചെയ്തിട്ട് എത്ര ഫ്രാഗ്മെന്റ്സ് ഉണ്ടാവുന്നു? 2 ഫ്രാഗ്മെന്റ്സ് ഉണ്ടാവുന്നു. മനസ്സിലായോ? ഇവിടെ ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിൽ യാതൊരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് മുഴുവൻ എന്ത് ഫോഴ്സ് ആണ്? ഇന്റേണൽ ഫോഴ്സ് ആണ്. അതുകൊണ്ട് ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പ്രകാരം നമുക്ക് പറയാം എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയതുകൊണ്ട് ടോട്ടൽ മൊമെന്റം എന്തായിരിക്കണം? കൺസേർവ്ഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ടോട്ടൽ മൊമെന്റം ബിഫോർ എക്സ്പ്ലോഷൻ ആൻഡ് ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ എക്സ്പ്ലോഷൻ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ശരിയല്ലേ? ഓക്കെ, വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെന്റം ബിഫോർ എക്സ്പ്ലോഷൻ? ബോംബ് എന്തിലാണ്? റെസ്റ്റിലാണ്. സോ ദാറ്റ് ഈസ് വാട്ട്? 0. ഓക്കെ, അപ്പോൾ ടോട്ടൽ മൊമെന്റം ബിഫോർ എക്സ്പ്ലോഷൻ എത്രയാണ്? 0 ആണ്. ഇനി അത് എത്ര ഫ്രാഗ്മെന്റ് ആയി മാറി? 2 ഫ്രാഗ്മെന്റ് ആയി മാറി. ഒന്നാമത്തെ ഫ്രാഗ്മെന്റ് മൊമെന്റം P1 ആണെന്ന് വിചാരിക്കൂ. രണ്ടാമത്തെ ഫ്രാഗ്മെന്റ് മൊമെന്റം P2 ആണെന്ന് വിചാരിക്കൂ. സോ വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ എക്സ്പ്ലോഷൻ? ദാറ്റ് ഈസ് വെക്ടർ P1 പ്ലസ് വെക്ടർ P2 ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 0 ഈസ് ഈക്വൽ ടു P1 വെക്ടർ പ്ലസ് P2 വെക്ടർ. ദാറ്റ് മീൻസ് P1 വെക്ടർ ഈസ് ഈക്വൽ ടു മൈനസ് P2 വെക്ടർ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഈ 2 ഫ്രാഗ്മെന്റ്സും എങ്ങനെയാണ് പോകുന്നത്?
they will flies with equal momentum in opposite direction. ഈ രണ്ടിൻ്റെയും മൊമെൻറ്റം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, പക്ഷെ അത് മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇതിൻ്റെ വെലോസിറ്റി v1 ആണെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി v2 ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ മാസ് m1ഉം ഇതിൻ്റെ മാസ് m2 ആണെങ്കിൽ യു ക്യാൻ സേ m1 v1 ഈസ് ഈക്വൽ ടു മൈനസ് m2 v2. ദേ വിൽ മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് ഈക്വൽ മൊമെൻറ്റം. ഓക്കെ, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇനി വേറൊരു കേസ് എടുക്കൂ. നിങ്ങൾ വിചാരിക്കും ഒരു ബോംബ് റെസ്റ്റിലാണ്, അത് എത്ര ഫ്രാഗ്മെൻ്റ് ആയിട്ട് പോകുന്നു? n ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് എക്സ്പ്ലോഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെയും എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ്. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ എക്സ്പ്ലോഷൻ, ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ എക്സ്പ്ലോഷൻ ഈക്വൽ ആയിരിക്കണം. ഇവിടെ n ഫ്രാഗ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ട് അവിടെ n ഫ്രാഗ്മെൻറ്റ്സിന് മൊമെൻറ്റം ഉണ്ടാവും. അതായത് P1, P2, P3 എക്സെട്ര Pn മൊമെൻറ്റം ഉണ്ടാവും. ഓക്കെ, ടോട്ടൽ മൊമെൻറ്റം ബിഫോർ എക്സ്പ്ലോഷൻ 0 ആണ്. ആൻഡ് വാട്ട് ഇസ് ദ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ എക്സ്പ്ലോഷൻ? P1 vector plus P2 vector plus Pn vector. So this is the equation for the law of conservation of momentum in the case of a bomb at rest exploded into n fragments. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? ഈ വെക്ടേഴ്സിൻ്റെ എല്ലാം സം എന്താണ്? 0 ആണ്. ഉദാഹരണത്തിന് 3 ഫ്രാഗ്മെൻറ്റ്സ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ എങ്ങനെയായിരിക്കും? P1 vector plus P2 vector plus P3 vector is equal to എന്തായിരിക്കണം? 0 ആയിരിക്കണം. ശരിയല്ലേ? ഉദാഹരണത്തിന് ഇത് P1 വെക്ടർ ആണ്, ഇത് P2 വെക്ടർ ആണ്, ഇത് P3 വെക്ടർ ആണ്. ഇത് 3 വെക്ടേഴ്സ് ആണ്. ഇതിന്റെ റിസൾട്ടന്റ് 0 ആണ് എന്ന് പറഞ്ഞാൽ ഈ 3 വെക്ടേഴ്സും എന്ത് ഫോം ചെയ്യണം? ഇറ്റ് ഷുഡ് ഫോം എ ട്രയാങ്കിൾ ടേക്കൺ ഇൻ ദ സെയിം ഓർഡർ. മനസ്സിലായോ? സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, അതായത് ഒരു റെസ്റ്റിലുള്ള ബോംബ് എക്സ്പ്ലോഡ് ചെയ്ത് 3 കഷ്ണമായി മാറി. എന്നിട്ട് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ ഏത് ഓപ്ഷനാണ് ശരി? ഒന്നുകിൽ ഈ ഓപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ യു ക്യാൻ സേ ദേ വിൽ ഫോം വാട്ട്? എ ട്രയാങ്കിൾ ടേക്കൺ ഇൻ ദ സെയിം ഓർഡർ. ഓക്കെ, ഉദാഹരണത്തിന് ഇത് 5 ഫ്രാഗ്മെന്റ്സ് ആയിട്ട് പോവുകയാണെങ്കിലോ? 5 ഫ്രാഗ്മെന്റ് ആയിട്ടാണ് ഇത് എക്സ്പ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ എന്താണ്? P1 വെക്ടർ പ്ലസ് P2 വെക്ടർ പ്ലസ് എക്സെട്ര പ്ലസ് P5 വെക്ടർ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? 0 എന്ന് എഴുതാം. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. അല്ലെങ്കിൽ നമുക്ക് ഈ വെക്ടേഴ്സിനെ ഒക്കെ എങ്ങനെ ആഡ് ചെയ്യാം? ഈ രീതിയിൽ ആഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് 5 വെക്ടേഴ്സ് ആർ ടേക്കൺ ഇൻ ദ സെയിം ഓർഡർ ആൻഡ് ഫോംസ് വാട്ട്? എ ക്ലോസ്ഡ് പോളിഗൺ. മനസ്സിലായി? ഇങ്ങനെ ഒരു പോളിഗൺ ഫോം ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് സാധാരണത്തിൽ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.